ചിടനീണ്ട വഴിയളർന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ശിഖയും അമ്പും നീട്ടീരതിരഞ്ഞും ഭാണ്ഡമൊലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മലകയറുമീ നമ്മളൊരു വേളയൊരു കാതമേയുള്ളു മുകളിലെത്താൻ. ഇപ്പൊഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ അല്ലേ? സൂപ്പർ. ഈ കവിതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പാഠ്യപുസ്തകങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാരനാശൻസ്, അതുപോലെ വൈലോപ്പള്ളി, അക്കിത്തം, ഒരുപാട് സുഗതകുമാരി, അങ്ങനെ ഒരുപാട് പേരുടെ കവിതകൾ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ വയലാർ സാറിന്റെ ഒക്കെ. പക്ഷെ ഈ കവിതകള് ജനകീയമാക്കിയത് അല്ലെങ്കിൽ ആളുകളെ ഏറ്റുപാടി തുടങ്ങിയത് മസൂൻ സാർ പാടി തുടങ്ങിയ പിന്നെയാണ്. ഇപ്പൊ അഗസ്ത്യകൃതയാണേലും രാവണോത്രിയാണേലും അതുപോലെ തന്നെ നാരായണ തുറാന്തനാണേലും ഗോതമ്പമണികളാണേലും പെങ്ങളാണേലും കുഞ്ഞേടത്തിയാണേലും അങ്ങനെ ഒരുപാട്, ഇപ്പൊ അനിൽ പരശുരാൻ, അങ്ങനെ ഒരുപാട് കവികള് ഒരുപാടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടുകാരനും പ്രിയ ചേട്ടനൊക്കെ രാജീവാലൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കവികൾ ഗാനങ്ങൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് ആളുകൾ കവിതകൾ ഏറ്റുചൊല്ലി തുടങ്ങിയത് മധുസൂദനൻ സാർ ആലപിച്ചതിന് ശേഷമാണ്. അദ്ദേഹം ആലാപന മികവ് കൊണ്ടാണ് ആളുകളിൽ അത് ഏറ്റുചൊല്ലിയത്. മനസ്സിലായില്ലേ? മനസ്സിലായി. സ്വർഗവാതിൽ പക്ഷി സാറെന്തായാലും അത് ജനകീയമാക്കി വെച്ചേക്കൂല്ലേ? അതെ, അതിന് പാടി കുളവാക്കണ്ട. ആ വേണ്ട. രാമ